ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാനൊരു സ്കൂളുള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് അവിടെ ചെയ്യാൻ പോണത്. രാവിലെ ആദ്യം തന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്നുള്ള ശീലമൊന്നുമല്ല, വീഡിയോ എടുക്കണതുകൊണ്ടൊക്കെ ഉള്ള ശീലങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കാനിരുന്നു. കെമിസ്ട്രിയാണ് കേട്ടോ എടുത്തത്. കെമിസ്ട്രി എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് മാത്രം കേട്ടോ കെമിസ്ട്രി എടുക്കണത്. അല്ലെങ്കിൽ ഇതും ഞാൻ പഠിക്കില്ല. എനിക്കിങ്ങനെ പഠിക്കുന്ന ശീലങ്ങളൊന്നും തന്നെ ഇല്ല. എക്സാമിൻ്റെ തലേദിവസം മാത്രം ഞാൻ ബുക്ക് കാണുള്ളൂ കേട്ടോ. അതിന് മുന്നേ ഇങ്ങനെ പഠിക്കുന്ന ശീലങ്ങളൊന്നും തന്നെ ഇല്ല. അന്നൊന്ന് എടുത്ത് അന്നൊന്ന് പഠിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം പരീക്ഷയുടെ തലേദിവസം മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടും കുറച്ച് നല്ല കുട്ടിയാവണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടും പഠിക്കാനിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ ചായയൊക്കെ വെച്ച് കൊണ്ടുവന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയായി. അപ്പോൾ ഇന്നും ഉള്ള ഒരു ശീലം, ഇന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഉള്ളൊരു ശീലമാണ് ഈ ഐസ് വാട്ടറിൽ മുഖം കഴുകുക എന്നുള്ളത്. ഈ മഴക്കാലത്ത് ഇതൊക്കെ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു മനസ്സുഖത്തിന് ചെയ്യണമാണ് കേട്ടോ. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് കൂടെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങി, കുറച്ച് സ്കിൻ കെയറൊക്കെ ചെയ്ത് സ്കൂളിൽ പോയി. പിന്നെ ഒരു 5 മണി ആയപ്പോഴാട്ടോ വീടെത്തിയത്. കുറച്ചുകൂടി ലേറ്റായിട്ട് ഞാൻ ഇവിടെ എത്തി, കാരണം അത്ര അടിപൊളി മഴയായിരുന്നു. ഫുൾ മഴയും നനഞ്ഞ് കുളിച്ചിട്ടാണ് ഞാൻ വന്നത്. കാറ്റുകാരനൊക്കെ മഴയൊക്കെ നല്ലോണം ചെരിഞ്ഞിട്ടായിരുന്നു കേട്ടോ പെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടായിരുന്നു ഞാൻ വീടെത്തിയിരുന്നത്. അപ്പോൾ വീടെത്തിയപ്പോൾ പിന്നെ മഴയായതുകൊണ്ടും കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെ എനിക്ക് മടിയായിട്ട് ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പിറ്റേ ദിവസം അവധിയായിരിക്കുന്നത്, അത് കാരണമാണ് ഇങ്ങനെ ഇരുന്നിരുന്നത്. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒരു സ്കെച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു സെറ്റ് മാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഒക്കെ നിങ്ങളെയും കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിന് 107 രൂപയായിരുന്നു. 6 മാല എന്തോ വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത മാലകളാണ് കേട്ടോ. ഒക്കെ ഒരേ ചെയിൻ തന്നെയാണ്. അതിൽ ലോക്കറ്റ് മാത്രം കേട്ടോ വ്യത്യാസം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ചൂട് കട്ടൻ ചായയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ മഴയത്ത് ഇങ്ങനെ കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പഠിക്കാനിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് ലീവ് കിട്ടും എന്നായിരുന്നു കേട്ടോ. കാരണം അത്രയും അടിപൊളി മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം ലീവ് കിട്ടുന്നതായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 5-6 വട്ടം ഗ്രൂപ്പൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ലീവ് മാത്രം കിട്ടിയില്ല. അത് കാരണം പിന്നെ ഞാൻ ഫിസിക്സ് മാത്സ് പഠിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവ് ആകാൻ പറ്റി. ഭയങ്കര പ്രൊഡക്റ്റീവ് ഒന്നും ആയില്ലെങ്കിലും ഞാൻ എന്നും ഉള്ളതിനേക്കാൾ ഒത്തിരി ചേഞ്ച് വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ എല്ലാ ദിവസവും സ്കൂളുള്ള ദിവസം ഞാനിങ്ങനെ പഠിക്കുക പോലുമില്ല, ബുക്ക് പോലും തുറന്നു നോക്കാറില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടും പിന്നെ ഒന്ന് നന്നാവണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ അതൊക്കെ നടന്നത്. പഠിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ സാധാരണ 11 മണിക്കും 12 മണിക്കും കിടക്കുന്നത് ഞാൻ ഇന്ന് നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.